ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതാ ഏട്ടൻ വീട്ടിലുണ്ട് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇതാ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏട്ടനും മോനും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയി നിൽക്കുവാണ്. ഞാൻ എൻ്റെ പൂച്ചട്ടികളൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് ചെടിച്ചട്ടികളൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ ഇത്തിരി മഴവെള്ളമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് പുറത്തോട്ട് വെക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ പശുക്കളുണ്ട്. അപ്പോൾ ഈ പശുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 10 മണി അതുപോലെ മണി പ്ലാന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും നമ്മൾ പശുക്കൾക്ക് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ വേഗം വന്ന് നമ്മുടെ ചെടികളൊക്കെ പറിച്ച് കഴിക്കുവേ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ചെടികളെയും പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഏട്ടനും മോനൊക്കെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു മുൻഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, കാരണം മഴവെള്ളമൊക്കെ വീഴുന്നതുകൊണ്ട് നമ്മുടെ കോലായി മൊത്തം ആ ഒരു വെള്ളവും ഒക്കെ ചളിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ആ വീട്ടിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നതെല്ലാം നമ്മുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ അങ്ങനെ വെള്ളമൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു തിട്ടുണ്ടല്ലോ, അവിടേക്ക് അങ്ങനെ വെള്ളം കേട്ടോ. അപ്പോൾ ഏട്ടൻ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തൊട്ട് വീട്ടിലെ സിസ്റ്റർ അവരുടെ മോളെ നടത്തിക്കാൻ കൊണ്ടുവന്ന കേട്ടോ. മഴവെള്ളത്തിൽ കൂടെ നടത്തിക്കുവാണെങ്കിൽ അവർ, കാരണം അവൾക്ക് ഭയങ്കരമായിട്ട് ഇടിയും മഴയൊക്കെ പേടിയാന്ന് പറഞ്ഞിട്ട് അവർ അവളെ ഒന്ന് ശീലിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നിട്ട് കുടയൊക്കെ കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. മഴ അങ്ങനെ നനയിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും മഴവെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ ആ ഒരു പേടിയൊക്കെ മാറുമല്ലോ കൊണ്ട് അവളെയും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇവനെയും കൂടെ നമുക്ക് ഇറക്കി വിട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഇവനും ഭയങ്കര പേടിയാണ്, മോനും ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അവനും കുടയൊക്കെ കൊടുത്തു വിട്ടു, പക്ഷേ അവൻ പേടി കാരണം പോയില്ല. ഇന്നലെ തിരുമ്പിയിട്ട് തുണികളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണോ, ഒന്നും ഉണങ്ങിയിട്ടില്ല. ഇനി അത് മുഴുവനായിട്ട് നേരെ ഒന്ന് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ എന്തായാലും വീടിനകത്തൊക്കെ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഞാൻ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ഇന്നലെ തന്നെ നമ്മൾ ചിക്കൻ മേടിച്ച് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എനിക്ക് കറി ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് 4 ചപ്പാത്തി ഉണ്ടാക്കി എടുത്താൽ മാത്രം മതി. അതും ഇവർ കറക്റ്റായിട്ട് സമയത്ത് കഴിക്കാനൊന്നും വരില്ല കേട്ടോ. ചിലപ്പം 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ വരിക. അപ്പോൾ ഞാനിന്ന് നല്ലപോലെ ലേറ്റായിട്ടാട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുത്തതും. ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കും കാര്യമായിട്ടൊന്നും വെക്കേണ്ടതെന്നും വരില്ല. കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിക്കൻ കറിയും കൂട്ടിയിട്ട് തന്നെ ഇന്ന് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ ഉച്ചയ്ക്കും. അപ്പോൾ എന്തായാലും ഇന്ന് അധികം അടുക്കളപ്പണിയൊന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. എന്തായാലും മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ആസ്വദിച്ച് മിണ്ടാതെ കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊക്കെ അത്യാവശ്യം തോർന്നു കഴിഞ്ഞപ്പോൾ മോൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പുറത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, കടയ്ക്കൊക്കെ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ നേരത്തെ മറ്റേ ആ റോഡില്ലേ, നമ്മൾ വെള്ളത്തിലിങ്ങനെ ഇടില്ലേ, കറണ്ടിലൊക്കെ കുത്തിയിട്ട് ഇടുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുളിക്കാനൊക്കെ പറ്റി. ഇനിയിപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ കടയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് അവന് കാലത്തെയും കയ്യത്തെയൊക്കെ നഖമൊക്കെ വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ഏട്ടൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളെ. എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണെന്ന് അറിയില്ല, ചെറുപ്പം തൊട്ട് ഏട്ടൻ അങ്ങനെ നഖമൊക്കെ വെട്ടിക്കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ നഖം മുറിക്കാണ്ടിരിക്കാൻ അവന് പേടിയാട്ടോ. ഏട്ടനാട്ടോ ഇന്നലെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സമാധാനത്തിലായിരുന്നു എണീറ്റതും. അതുപോലെ എണീറ്റ് കഴിഞ്ഞപ്പോഴും കുറേ നേരം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഏട്ടൻ്റെയും കുട്ടീൻ്റെ കൂടെയൊക്കെ നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതും എല്ലാം. രണ്ടാളും കൂടെ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ആട്ടയും അതുപോലെ തൈരൊക്കെ മേടിക്കാനും വേണ്ടി കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. മോനാണെങ്കിൽ മഴയൊക്കെ തോർന്നപ്പം പിള്ളേരൊക്കെ പുറത്തിറങ്ങുന്നത് കണ്ടപ്പോൾ മോനും ഇറങ്ങിയിട്ട് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ നേരം അവനെ ശ്രദ്ധിച്ചതിന് ശേഷം കേട്ടോ പിന്നെ അടുക്കളയിൽ പോയത്. ഏട്ടന് കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയതായിരുന്നേ, അടുക്കളയിൽ പോയതായിരുന്നു. അടുക്കളയിൽ പോയപ്പോൾ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കറണ്ടൊക്കെ പോയിരിക്കുമായിരുന്നു. തിരിച്ച് വന്ന് നോക്കിയപ്പോൾ മോൻ അവിടുത്തെ ഊഞ്ഞാലിൽ തട്ടിയിട്ട് അവൻ്റെ ചുണ്ടിലും നാവിലും ഒക്കെ മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നല്ല സമാധാനത്തിൽ തുടങ്ങിയ ഒരു ദിവസമായിരുന്നു. അവസാനം ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ സമാധാനത്തിൽ തുടങ്ങിയ ഇന്നത്തെ ദിവസവും ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ദിവസമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്.